കെ കെ രമ പറയുന്നു പി മോഹന്റെ കാര്യത്തിൽ അപ്പീലുമായി പോകും. അപ്പോൾ കൃഷ്ണന്റെ കാര്യത്തിലും ജ്യോതിബാബുവിന്റെ കാര്യത്തിൽ അപ്പീലുമായി പോകും. സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതി തെറ്റിയാണെന്ന് പറഞ്ഞാൽ റിവ്യൂ പോകും. അതിന് ഏറ്റവും ഒടുവിലേ പറയാൻ പാടുള്ളൂ പ്രതിയാണെന്ന്. നിയമപരമായ യുക്തിയല്ലേ രാഹുൽ? നിങ്ങൾ തമ്മിലുള്ള അവസാനത്തെ സംഭാഷണം കേട്ടപ്പോൾ ശ്രീ ഹാഷ്മി, എൻ്റെ മനസ്സിൽ വന്ന വാചകം ജഗദീഷ് അവതരിപ്പിച്ച താക്കോലൈന് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന വാചകമാണ് ശ്രീ എം പ്രകാശന്റെ വാചകം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ആ കശ്മലന്റെ ചോരയെടുക്കാൻ എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് ഒരുമിക്കണ്ട. 24 മണിക്കൂറിനകം അവന്റെ ചോരയെടുത്ത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഒറ്റ കാര്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് തന്നെ ശ്രീ പ്രകാശൻ പറഞ്ഞ വാചകങ്ങളുടെ പരസ്പര വിരുദ്ധത നോക്കൂ. കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറിയായ മോഹനൻ അയാളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി അങ്ങേയറ്റം നിഷ്പക്ഷം. ആ കോടതിയെ നമ്മൾ മാനിക്കണം. അതുകൊണ്ട് ഈ കേസിനകത്ത് ഗൂഢാലോചനയില്ല എന്ന് ശ്രീ പ്രകാശൻ പറയുന്നു. അതേ പ്രകാശൻ തന്നെ അതേ കോടതിയിൽ അതേ വിധിന്യായത്തിൽ കുഞ്ഞനന്തനെയും അതുപോലെ തന്നെ കിർമാണി മനോജനെയും കെ കൃഷ്ണനെയും രാമചന്ദ്രനെയൊക്കെ ശിക്ഷിക്കുമ്പോൾ പറയുന്നു അവിടെ കോടതി വിധിയെ ഞങ്ങൾ സ്വീകരിക്കില്ല. ഈ കുഞ്ഞനന്തനെ പോലുള്ള ഹാർഡ് കോർ കൊലപാതകികളായ ക്രിമിനലുകളെ ശ്രീ എം പ്രകാശനെ പോലുള്ള ആളുകൾ താരതമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ്? സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിലിൽ കിടന്നതുമായിട്ടാ. ഈ കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ക്രിമിനൽ അയാളെന്താ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തോ? അയാളെന്താ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയാളോ? അതൊന്നുമല്ല. ഈ കേസിനകത്ത് ശ്രീ ഹാഷ്മി, ഈ കേസിനകത്ത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറയുന്നത് CPM മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്കൊരല്പം സമയം തരണം. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ഗുണഭോക്താവ് ആരാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ തന്നെ ചർച്ച ചെയ്യുമ്പോൾ താങ്കളുടെ തന്നെ ചർച്ചയിൽ ഒരു ചോദ്യം ഞാൻ കേട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് ഒരു എതിർ ശബ്ദം ഉണ്ടാകാത്തത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരായിട്ട് വ്യക്തിപരമായ ഒരു ആരോപണം ഉണ്ടായപ്പോ ആ മക്കൾക്കില്ലാത്ത പ്രിവിലേജും കരുതലും എന്തുകൊണ്ടാണ് വീണ വിജയൻ ഉണ്ടാകുന്നത് എന്ന് താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ തന്നെ കേട്ടു. ആ ചോദ്യത്തിന് ഉത്തരമാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. TP ഒരു ഒറ്റപ്പെട്ട പേരായിരുന്നു ഒന്ന് അല്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. TPയെ പോലെ ഉമേഷ് ബാബു ഉണ്ടായിരുന്നു, ഡോക്ടർ ആസാദ് ഉണ്ടായിരുന്നു, ഷൊർണൂരിൽ മുരളി ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ ശൈലിക്കെതിരായിട്ട് റിവിഷനിസ്റ്റുകളായി ഒരു സംഘം ചെറുപ്പക്കാർ, ഒരു സംഘം കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് ഒരു മൂവ്മെന്റ്, തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, പല പ്രദേശത്തായിട്ടൊരു മൂവ്മെന്റ് നടന്നു. അവിടെയാണ് പിണറായി വിജയന്റെ ശൈലികളെ ചോദ്യം ചെയ്യുന്ന ഒന്നാമനായ TP ചന്ദ്രശേഖരന്റെ മുഖത്തേക്ക് 51 വെട്ടുവെട്ടി ഒരു കുത്തിന് കൊല്ലുകയല്ല ചെയ്തത്. കൃത്യമായി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. 51 വെട്ടുവെട്ടി പിണറായി വിജയന്റെ മുഖം വികൃതമാണ് എന്ന് പറഞ്ഞ പാർട്ടി നേതാവിന്റെ മുഖം വികൃതമാക്കുക വഴി അതിന്റെ ഭാഗമായിട്ടല്ലേ കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള എല്ലാ മൂവ്മെന്റുകളും ഇല്ലാതായത്? നീ ഒരു നയവഞ്ചകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വളരെ കൺവിൻസിംഗ് ആയിട്ട് ശ്രീ എം പ്രകാശനെ പോലുള്ള ആളുകൾക്കും ബോധ്യമുള്ള ഒരു കേസിനകത്ത് TP ചന്ദ്രശേഖരൻ കൊന്നത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെയാണെന്ന ബോധ്യം നന്നായിട്ടുള്ളയാളാണ് ശ്രീ എം പ്രകാശൻ. ഇപ്പോഴാണ് ശരിക്കും ചർച്ചയായത്. പക്ഷെ ന്യായീകരിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഗോവിന്ദന് വിജയനെ പോലെ ഒരാൾ ഇത്രയും കൊള്ളരുതായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സൂര്യനാണ് എന്ന് പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് DYFIക്ക് പിണറായി വിജയൻ തീയിൽ കുരുത്ത കുതിരയാണെന്നും കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്നും വാഴ്ത്തി പാടേണ്ടി വരുന്നത്? മുറ്റത്ത് ഇന്നോവ തിരിക്കാനുള്ള ഇടമുണ്ട് എന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിജയൻ കൊടുത്തിട്ടുണ്ട്. TPയെ കൊന്ന കേസിനകത്ത് കാലൻ അറിഞ്ഞിട്ടില്ല TPയെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷേ വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല വിശ്വസിക്കാൻ. കാരണം ആ കൊലപാതകത്തെ പിണറായി വിജയൻ അത്രമാത്രം ആഘോഷിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടതിന് ശേഷം കുലംകുത്തി എന്ന് വിളിച്ചിട്ട് ആ കൊലപാതകത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അതിനെല്ലാം പൊളിറ്റിക്കൽ ലെജിറ്റിമസി ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ശ്രീ പ്രകാശൻ ചോദിച്ചല്ലോ, എന്താണ് ഈ പാർട്ടിയും ഈ കൊലപാതകവും തമ്മിലുള്ള ബന്ധമെന്ന്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കഥ. ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഹാഷ്മി, നാളെ ഈ 2024 ആണ്ടിലെ കാര്യം പറയുന്നത്, നാളെ വെളുപ്പാങ്കാലത്ത് നിങ്ങൾക്ക് മുടക്കോഴി മലയിൽ ഒന്ന് പോകാമോ നിങ്ങളുടെ ക്യാമറ യൂണിറ്റുമായി? ഐ ചാലഞ്ച് യു ഹാഷ്മി, പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. മുടക്കോഴി മലയിൽ ഒന്ന് പോകണമെങ്കിൽ പാർട്ടിയുടെ അനുവാദം വേണം. ആ മുടക്കോഴി മലയിൽ നിന്നാണ് ശ്രീ കൊടിസുനി അടക്കമുള്ള TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പിടിച്ച്. എനിക്കൊരു അല്പസമയം 2 മിനിറ്റ് തന്നാൽ മതി. തീർന്നോ? ഏറ്റവും കൂടുതൽ കാലം ഒരു കൊലപാതക കേസിലെ പ്രതികൾക്ക് ഏറ്റവും കൂടുതൽ കാലം പരോള് കിട്ടിയ കേസ് അതാ TP ചന്ദ്രശേഖരന്റെ കേസല്ലേ? അത് പോകട്ടെ, പരോളിൽ ഇറങ്ങിയ കിർമാണി മനോജന് അവന്റെ വിവാഹ വാർഷികത്തിന് ലഹരി പാർട്ടി നടത്താൻ വയനാട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്താരാ? അവിടുത്തെ വയനാട്ടിലെ ലോക്കൽ കമ്മിറ്റി അല്ലേ?
ഇതിനകത്ത് TPA കൊന്ന കേസിലെ മുഖ്യപ്രതിയായ ഷാഫിക്ക് മറ്റൊരാളുടെ ഭാര്യയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആരാ ശ്രീ ഹാഷ്മി? ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള AN ഷംസീർ അല്ലേ? ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പറയട്ടെ ഗോപി മാഷെ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. നീ എല്ലാം പോട്ടെ, കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ഹാർഡ് കോർ ക്രിമിനൽ ചത്തപ്പോ കോവിഡ് മഹാമാരിയുടെ സമയത്ത്, ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മക്കൾക്ക് കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞനന്തനെ പോലെ ക്രിമിനൽ കൊലപാതകി ചത്തപ്പോ CPM നടത്തിയിട്ടുള്ള പ്രകടനം നിങ്ങൾ മറന്നുപോയോ? പിണറായി വിജയൻ എന്താ എഴുതിയത്? പിണറായി വിജയൻ എഴുതിയത് ഈ TP ചന്ദ്രശേഖരനെ കൊന്ന ആള് നാട് നീങ്ങിയെന്നോ തീപ്പെട്ടെന്നോ ദിവംഗതനായെന്നോ പറയാൻ സൗകര്യമില്ല. ഒരു മനുഷ്യനെ പച്ച ജീവനെ 51 വെട്ടുപറ്റിയ കുഞ്ഞനന്തൻ ചത്തു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതങ്ങോട്ട് മാർക്ക് ചെയ്തോളൂ ശ്രീ ഹാഷ്മി. എനിക്ക് അതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം ആളെ കൊന്നവൻ, TPയെ പോലും മനുഷ്യനെ നിഷ്ഠൂരമായി കൊന്നവനെ ചത്തു എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ എനിക്ക് സൗകര്യപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ താങ്കൾക്ക് എന്നെ ഒഴിവാക്കാം, പക്ഷെ എന്റെ വാചകം ഒഴിവാക്കാൻ കഴിയില്ല. പറയട്ടെ, പിണറായി വിജയൻ എന്താ എഴുതിയത് കുഞ്ഞനന്തൻ ചത്തപ്പോ? കുഞ്ഞനന്തൻ ഈ നാടിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുന്നു. സമൂഹത്തിന് കരുതൽ കാണിച്ച സഖാവ്, പൊതുപ്രവർത്തന നിലയിൽ സമൂഹത്തിന് അംഗീകാരം നേടിയ ആള്. ആരെ പറ്റിയാ? കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ പറ്റിയാ പറഞ്ഞത്. KK ശൈലജ, നിങ്ങളെല്ലാം PR വർക്കിലൂടെ ഊതി വീർപ്പിച്ച ഒരു കരുതൽ മാലാക എന്താ എഴുതി വെച്ചത്? പാർട്ടിക്കും പാനൂരിലെ ജനങ്ങൾക്കും തീർത്താൽ തീരാത്ത നഷ്ടം. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഉമ്മാരോട്, ഇതൊന്നും ഏക്കൂല. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന സംഘടനാ പാഠവും ധീരതയും സഖാവിന്റെ പ്രത്യേകത. ആരെ പറ്റിയാ? കൊലപാതക കേസിലെ പ്രതിയെ പറ്റിയാ. ഇപ്പോഴത്തെ സ്പീക്കർ AN ഷംസീർ, അദ്ദേഹം 7 പാരഗ്രാഫ് നീണ്ടുനിന്ന ഖണ്ഡകാവ്യം എഴുതുക. AK ഗോപാലിനെ പറ്റിയല്ല, EMS നമ്പൂതിരിപ്പാടിനെ പറ്റിയല്ല, എഴുതിയിരിക്കുന്നത് കുഞ്ഞനന്തനെ പറ്റിയിട്ടാണ്. ഇത്രയൊക്കെ ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് പിണറായി വിജയൻ ജയിലിൽ പോയപ്പോ കൊലപാതക കേസിലെ പ്രതിയായ കുഞ്ഞനന്തന് കൊടുത്തിട്ടുള്ള അഭിവാദവും പ്രത്യഭിവാദവും നമ്മൾ കണ്ടതല്ലേ? അങ്ങനെ പാർട്ടി ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട് നടത്തിയ പണപ്പിരിവുകൾ, സംസ്ഥാന സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് എടുത്ത് ചെലവഴിച്ച കോടാനുകോടി രൂപകൾ, ഇതെല്ലാം ലെജിറ്റിമേറ്റ് ഉദാഹരണങ്ങളായി നിലനിൽക്കുമ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത് അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് ഞാൻ CM പ്രകാശ് മാഷിലേക്ക് വിശദമായ മറുപടിക്ക് എത്തും. KK രമയിലേക്ക് എത്തും. എനിക്ക് രാവിലേക്ക് ഇടവേളയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, അവസാനിപ്പിക്കുക. ഈ കൊലപാതകം നടക്കുന്ന ഒഞ്ചിയം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ CPMന്റെ പാർട്ടി ഘടക പറയുന്നത് ഈ കേസിനകത്തെ പ്രതികൾ KK കൃഷ്ണനും അതുപോലെ തന്നെ ഈ പറയുന്ന കുഞ്ഞനന്തനും വരുന്നത് എവിടെയാ? അവർ വരുന്നത് പാനൂർ ഏരിയ കമ്മിറ്റി എവിടെയാ? കണ്ണൂരിൽ. കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ഒരു കൊലപാതകത്തിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പ്രതികൾ, കണ്ണൂരിലെ സ്ഥിരം പാർട്ടി ക്രിമിനലുകൾ ഇതിനകത്ത് മുഖ്യപ്രതികൾ. അങ്ങനെ വരുമ്പോ പാർട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മളെല്ലാവരും വിജയന്റെ അടിമകളായ പ്രകാശ് മാഷുമാരല്ല. പ്രകാശ് മാഷിലേക്ക് വിശദമായ മറുപടി, പല രൂക്ഷമായ ആരോപണങ്ങളുണ്ട്, അതിന് വിശദമായ മറുപടിക്കായി എന്താ ഉറക്കം വരുന്നു. വെട്ടിതരത്തിൽ പാർട്ടി നയമാണ് നടപ്പിലാക്കിയേ പറ്റൂ.